യെസ്, ദാസ് സ്പീക്കിംഗ്. എന്ത്? തോമസിന്റെ ലോറി പോലീസ് പിടിച്ചെന്നോ? ഓഹോ. ഹലോ, മിനിസ്റ്റർ അല്ലേ? ഞാൻ ദാസാണ്. ഗുഡ് മോർണിംഗ് സാർ. എന്റെ ഒരു ലോറി പോലീസ് പിടിച്ചു. സ്പിരിറ്റ് കയറ്റിക്കൊണ്ടെന്നാ. പുതിയ SI ആണ്, പെണ്ണാണ്. ആ ഡ്രൈവർ നമ്മുടെ ഒരു പാർട്ടിയാണേ. തെരഞ്ഞെടുപ്പ് കാലത്ത് ചാക്കോച്ചിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിട്ടുള്ള ആളാ. ആ, അതൊക്കെ പ്രത്യേകം പറയണോ? ഞാൻ കൊടുത്തേക്കില്ലേ? ആളൊന്ന് ഇന്ന് തന്നെ വിട്ടേക്കണേ. ഓക്കെ. ഓയ്, ലതേ, വേണോട്ട് വന്നില്ലേ? ഇല്ല ചേച്ചി, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നില്ല. ചേച്ചിക്ക് ചായ എടുക്കട്ടെ? വേണ്ട, ചേട്ടൻ വന്നിട്ട് മതി. ഹലോ, യെസ്, SI ഗീത ഹിയർ. മനസ്സിലായില്ല. ആര്? ഓ, മിനിസ്റ്ററുടെ PA ആണോ? ആ സ്പിരിറ്റ് എടുത്തിക്കൊണ്ട് വന്നവനല്ലേ? ആ, അവൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. വിടാൻ മിനിസ്റ്റർ പറഞ്ഞോ? അപ്പൊ ഈ കേസുമായി മിനിസ്റ്റർക്ക് ബന്ധം കാണുമല്ലോ. പിന്നെ എന്തിനാ സാറേ ഞങ്ങൾക്ക് ഉടുപ്പം തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത്? സാറ് ചൂടാവണ്ട, ഞാനും അവനെ പറഞ്ഞു വിട്ടേക്കാം. സാറെന്താ ഒരു മൂടൗട്ട് പോലെ? നിങ്ങൾക്ക് പത്രത്തിലൂടെ എഴുതിയാൽ മതിയല്ലോ, അവിടെ അഴിമതി നടക്കുന്നു, ഇവിടെ കുംഭകോണം നടക്കുന്നു എന്നൊക്കെ. ഞങ്ങൾ കഷ്ടപ്പെട്ട് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോ ഇവിടുത്തെ ഉന്നതന്മാരൊക്കെ പാഞ്ഞെത്തും അവരുടെ അവതാരങ്ങളായിട്ട്. അവരുടെ മുമ്പിലൊന്നും പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുട്ടുപടക്കരുത്. പറയാൻ എളുപ്പ. ഇന്ന് സ്പിരിറ്റ് കടത്തിക്കൊണ്ടുവന്ന ഒരു ലോറി ഞാൻ പിടിച്ചു. അത് വിട്ടുകിട്ടണമെന്ന് ഇപ്പൊ മന്ത്രി വിളിച്ച് പറഞ്ഞിരിക്കുക. ഇവരെയൊക്കെ തെരഞ്ഞെടുക്കുന്ന പൊതുജനങ്ങളെ വേണം പറയാൻ. നാളത്തെ പത്രത്തിൽ എഴുതിക്കോ, പോലീസ് അഴിമതിക്ക് കൂട്ടുനിന്ന്. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. പോലീസുകാർ തള്ളിക്കളഞ്ഞ പല കേസുകളും ഞങ്ങളുടെ പേനയുടെ കഴിവുകൊണ്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാ നാളെ മുതൽ ഈ ഉടുപ്പ് ഇട്ടുകൊണ്ട് നിങ്ങൾ നടന്നോ? അതിന് എന്റെ നേരെ ചൂടാന്ന് എന്തിനാ? ഇത് പോലീസ് സ്റ്റേഷനല്ല, വീടാണ്. വേണുവേട്ടൻ എന്താ എത്ര താമസിച്ചത്? സ്നേഹത്തോടെയാണോ ചോദിക്കുന്നത്? അതെന്താ? അല്ല, ഭാവം കണ്ടെത്തോന്നും കള്ളന്മാരെ ചോദ്യം ചെയ്യാണെന്ന്. മതി കളിയാക്കിയത്. പോലീസ് ഡ്രസ് ഇട്ടുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പാടില്ല, അറിയാമോ? ഉത്തരവ്. ഞാൻ കോടീശ്വരനൊന്നും അല്ലടോ. അതൊക്കെ എന്റെ ശത്രുക്കൾ പറഞ്ഞു വരുന്ന കിംവദന്തിയല്ലേ. പിന്നെ മായേ, ആ എക്സ്പോർട്ട് ലൈസൻസിന്റെ കാര്യം ഒന്ന് ശരിയാക്കണം. ഒന്നോ രണ്ടോ കൊടുക്കാം, എത്ര വേണമെങ്കിലും കൊടുക്കാം. മിസ്റ്റർ ചൗധരി സെക്രട്ടേറിയറ്റിൽ ഒരു താപ്പാനയാ. മായ ഒന്ന് മനസ്സ് വെച്ചാൽ നടക്കാത്ത കാര്യമുണ്ടോ? ഓക്കെ, സീ യു ഈവനിങ്. ബൈ. യെസ്, ദാസ് സ്പീക്കിംഗ്. അല്ല, പ്രകാശല്ല, ജ്യേഷ്ഠൻ. നിങ്ങളാരാ? ഹേമയോ? ആ, പ്രകാശില്ല. ഏതായാലും ഹേമ, ചേട്ടന് ഫോൺ ചെയ്തത് വളരെ തെറ്റായി പോയി. പുള്ളി ആളൊരു പ്രത്യേക ടൈപ്പാണ്. സോറി പ്രകാശ്, ഒരു ദിവസം പോലും പിരിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതെനിക്കറിയാം. പക്ഷേ ചില കാര്യങ്ങൾ ശരിയായിട്ട് മാത്രമേ നമ്മുടെ മാരേജ് നടത്താൻ പറ്റൂ. പ്രകാശ് പറയുന്നതെല്ലാം ഞാൻ വിശ്വസിച്ച് കഴിയാണ്. ഒരിക്കലും വാക്ക് മാറുന്നവനല്ല ഈ RK പ്രകാശ്. ഹേമയെ കൂടാതെയുള്ള ഒരു ജീവിതം ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. ഉണ്ടോ? എന്തുണ്ടോന്ന്? ചരക്ക്. സണ്ണി പറഞ്ഞു സെബാസ്റ്റ്യന്റെ ചരക്കുണ്ടെന്ന്. ചരക്കുണ്ട്, പക്ഷെ അല്പം വില കൂടുതലാ. അത് സാരമില്ല. ഞാനേ ബ്രാൻഡി കച്ചവടം നിർത്തിയിട്ട് ബ്രൗൺ ഷുഗർ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ അതിന് നല്ല ഓളാ. ഈ കച്ചവടം സ്വല്പം അപകടം പിടിച്ചാണ്. അപ്പൊ കുട്ടപ്പൻ വൈകിട്ട് 6 മണി കഴിഞ്ഞ് ഇവിടെ വന്നാൽ മതി. ചരക്ക് ഇടുക്കിയിൽ നിന്ന് വരണം. കള്ളം പറയാതെ, അതാ പോക്കറ്റിൽ ഇരിക്കുന്നല്ലോ. ഇല്ല, ഇത് മറ്റവനെ തൂക്കാനുള്ള ത്രാസാ. അപ്പോ കൃത്യം ഞാൻ വൈകിട്ട് 6 മണിക്ക് ഇവിടെ വരാം. എന്റെ പൊന്ന് സെബാസ്റ്റ്യൻ, അത് പുറത്ത് ആരോടും പറയരുത്. ഞാൻ അകത്തായി പോവും. കുട്ടപ്പൻ പറയാതിരുന്നാൽ മതി. ഞാൻ ഒരു കാരണവശാലും പറയില്ല. ഓക്കെ? പിന്നെ ഫോഴ്സ് ചെയ്താ ഞാൻ അറിയാതെ പറഞ്ഞു.
മായേ മാ- ഒന്ന് വിടൂ. എന്താ നാണിച്ചു പോയോ? എന്താ ഡാർലിംഗ്, ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ? പിന്നല്ലാതെ. അതിരിക്കട്ടെ, മായക്ക് ഈ വീടെല്ലാം ഇഷ്ടപ്പെട്ടു? ഫർണിച്ചേഴ്സ്, ഫ്രിഡ്ജ്, TV എല്ലാം ഇഷ്ടപ്പെട്ടു. ഈ ബെഡ്റൂം എയർ കണ്ടീഷൻ ചെയ്യാൻ നാളെ ആൾ വരും. അതിന്റെ ആവശ്യമുണ്ടോ? ഡാർലിംഗ് അടുത്തുള്ളപ്പോൾ തന്നെ നല്ല തണുപ്പാ. ഓഹോ വരും. കറണ്ട് പോയല്ലോ. അതെ, ലോഡ് ഷെഡിങ്ങാ. ആ സാറേ. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നളിനി ഒന്നും മിണ്ടുന്നില്ലല്ലോ. എന്താ എന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലെങ്കിൽ ഞാൻ സണ്ണിയുടെ കൂടെ വരുമായിരുന്നോ? വരവും പോക്കും കൊണ്ട് കാര്യമില്ലല്ലോ. മാസങ്ങളായി ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്. സണ്ണിക്ക് എന്താ വീട്ടിൽ വന്നൂടെ? നളിനിയുടെ വീട്ടുകാർക്ക് സമ്മതമില്ലെങ്കിലോ? സമ്മതമാണെങ്കിലോ? കമാ. ഞാൻ പണക്കാരനല്ല, പക്ഷേ MSc റാങ്ക് ഹോൾഡറാണ്. ബോംബെയിൽ എത്തിയാൽ ഉടനെ എനിക്ക് ജോലി കിട്ടും. 3000 സ്റ്റാർട്ടിംഗ്. ബോംബെയിൽ നിന്നും എന്റെ ബ്രദർ അയച്ച ലെറ്റർ നളിനി കണ്ടില്ലേ? കണ്ടു. പക്ഷെ ആരും അറിയാതെ ഒളിച്ചോടാൻ എനിക്ക് പേടിയാവുന്നു സണ്ണി. പേടിച്ചു നിൽക്കുന്നവരാരും ഉയരങ്ങളിൽ എത്താറില്ല. സണ്ണി അങ്ങോട്ട് വരാൻ പോവാ? പിന്നല്ലാതെ. അതിനു മുമ്പ് നമുക്കൊരു തയ്യാറെടുപ്പ് നടത്താം. അയ്യോ, സമയായി. എനിക്ക് ഹോസ്റ്റലിലെത്തേണ്ടതാ. ഞാൻ പോവാ. നളിനി നടന്നു, ഞാൻ പുറകെ വന്നേക്കാം. നോട്ട് ടേക്ക്. നളിനി